കുണ്ടറയിൽ യുവാവ് പോലീസ് മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ഒരു മതസംഘടനയെയും കണ്ടില്ലെന്ന് മുൻ മന്ത്രി ഡോക്ടർ കെ.ടി. ജലീൽ. LDF ഭരണകാലത്താണ് ഇങ്ങനെ സംഭവമുണ്ടായതെങ്കിൽ ലീഗും മത തീവ്രവാദ സംഘടനകളും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. കരുനാഗപ്പള്ളിയിൽ CITU നേതാവ് വി ദിവാകരൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. LDF കാലത്ത് PM-ശ്രീ ഹറാമായിരുന്ന ലീഗുകാർക്ക് UDF കാലത്ത് PM-ശ്രീ ഹലാലായെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. LDF ഭരണകാലത്ത് PM-ശ്രീ പദ്ധതിക്കെതിരെ ഹറാമെന്ന് വർഗീയ പ്രചരണമുയർത്തിയ മുസ്ലിം ലീഗിന് ഇപ്പോൾ പദ്ധതി ഹലാലായി മാറിയതായി മന്ത്രി കെ.ടി. ജലീൽ കുറ്റപ്പെടുത്തി. കരുനാഗപ്പള്ളിയിൽ CITU നേതാവ് വി ദിവാകരൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് ബോർഡ് വിഷയത്തിൽ അഹിന്ദുക്കളെ ബോർഡിൽ ഉൾപ്പെടുത്താമെന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിനെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുണ്ടറയിൽ സിയാദ് എന്ന ചെറുപ്പക്കാരൻ പോലീസ് ലോക്കപ്പിനുള്ളിൽ മർദ്ദനമേറ്റ് മരണമടഞ്ഞിട്ട് ഒരു മതസംഘടനയും പ്രതിഷേധവുമായി രംഗത്തെത്തിയില്ല. LDF ഭരണകാലത്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതെങ്കിൽ ലീഗും മറ്റ് മതതീവ്രവാദ സംഘടനകളും കേരളത്തിൽ എന്തെല്ലാം പുകലുണ്ടാക്കുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പൊതുവിദ്യാലയങ്ങളും ആരോഗ്യമേഖലയും ഉൾപ്പെടെ തകർച്ച നേരിടാൻ പോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാളെ പോലീസ് തകർത്തിരിക്കുന്നു, അല്ലെങ്കിൽ ചതച്ചിരിക്കുന്നു. ഡൽഹി പോലീസിന് തുല്യമാണ് കേരളത്തിലെ പോലീസ്. സംഘി പോലീസാണ്, പിണറായി വിജയന്റെ പോലീസ്. അങ്ങനത്തെ പോലീസാണ്, ഇങ്ങനത്തെ പോലീസാണ് എന്ന് പറഞ്ഞ് ലീഗ് ആദ്യം രംഗത്ത് വരും. പിന്നെ ലീഗിനെ അനുകൂലിക്കുന്ന മതസംഘടനകൾ രംഗത്ത് വരും. അവരെ ആരെയും നമ്മൾ കണ്ടില്ല. ഇപ്പോ എവിടെ യൂട്യൂബർമാരായിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾ? എങ്ങാനും അത് നമ്മളുടെ ഭരണത്തിലാണ് സംഭവിച്ചിരുന്നത് എങ്കിൽ ഇന്ന് രാവിലെ മുതൽ അത്തരം യൂട്യൂബർമാർ ആ വീട്ടിലെത്തി ആ വീടിന്റെ ദൈന്യാവസ്ഥ ഈ സമൂഹത്തെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. സിയാദിന്റെ മകള്, സിയാദിന്റെ കുടുംബം, അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം, ബുദ്ധിമുട്ട്, മുസ്ലിം ആയതുകൊണ്ട് മാത്രം സിയാദ് കൊല്ലപ്പെട്ടു എന്ന നിലയിൽ പറയാൻ ഈ നാട്ടിൽ എത്ര സംഘടനകൾ ഉണ്ടാകുമായിരുന്നു? ലീഗ് അതിന്റെ മുൻപന്തിയിൽ ചുക്കാൻ പിടിച്ചുണ്ടാകും. ലീഗ് പ്രതിപക്ഷത്താകുമ്പോ തനി വർഗീയ പാർട്ടിയാണ്. ഭരണപക്ഷത്താകുമ്പോ അവര് പഴയ കുപ്പായം അഴിച്ചുവെച്ച് ഒരു പുതിയ കുപ്പായം ഇടും. ലീഗ് ആഫീസിൽ എപ്പോഴും 2 കുപ്പായങ്ങൾ ഉണ്ടാകും. CITUവിന്റെയും CPM-ന്റെയും നേതൃത്വത്തിൽ കോഴിക്കോട് മുഴങ്ങോട്ടുകുള ജംഗ്ഷനിൽ നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ CITU കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR വസന്തൻ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി A അനിരുദ്ധൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി J ഹരിലാൽ, CITU ഏരിയ ആക്ടിംഗ് സെക്രട്ടറി BA ബ്രിജിത്ത, നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡർ G സുനിൽ, PK ബാലചന്ദ്രൻ, KF ഷറഫുദ്ദീൻ മുസ്ലിയാർ, M സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ പരിധിയിലെ അംഗനവാടി ആശാപ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.